സ്വപ്ന സുരേഷിന് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞുകൊടുത്തത് എം.ആർ. അജിത് കുമാർ എന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന്റെ നിർണായക വെളിപ്പെടുത്തൽ. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് പങ്ക്. അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് എം.ആർ. അജിത് കുമാർ. എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നു. 2022 ജൂൺ 8 തന്നെ പിടിച്ചുകൊണ്ടുപോയ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാനാണ് ഉപദ്രവിച്ചത്. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തി. ഇഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തൽ. ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ എം.ആർ. അജിത് കുമാർ സാർ. ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് ആയ സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ. ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിന്റെ കൊണ്ട് ഞാൻ എല്ലാം സോൾവ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നായിരുന്നു എം ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നത്? അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത്, സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം. നിങ്ങൾ ഈ പോകുന്ന വഴി, നിങ്ങളല്ല സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ടിൽ വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളൂ. നിങ്ങളൊരു വക്കീലുണ്ട്. ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബൽ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം ഇവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ, അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീൽ കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ, പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപിട്ട് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിൽ മാത്രം ഒതുങ്ങിയിരുന്ന വിവാദങ്ങളാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാറിലേക്ക് കൂടി ഇപ്പോൾ നീളുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ശിക്ഷ അനുഭവിച്ച കേസിലെ പ്രതികളിൽ ഒരാളായ UAE കോൺസുലേറ്റിന്റെ മുൻ PRO കൂടിയായ PA സരിത്താണ് ഈ വിവാദ വെളിപ്പെടുത്തൽ ന്യൂസ് 18ലൂടെ പുറത്തെത്തിച്ചിരിക്കുന്നത്. അതായത് ട്രിപ്പിൾ ലോക്ഡൌൺ നിലനിന്നിരുന്ന സമയത്ത് ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ കസ്റ്റംസ് ഈ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ സരിത്തിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പിന്നാലെ സ്വപ്ന സുരേഷും സന്ദീപ് നായരും സ്വപ്നയുടെ കുടുംബവും അവരുടെ അഡ്വക്കേറ്റും തിരുവനന്തപുരത്ത് നിന്ന് പോലീസിന്റെ അതീവ സുരക്ഷാ പരിശോധനകൾക്കിടയിൽ
എങ്ങനെ ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി കടന്നുവെന്ന ചോദ്യം അന്നു മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നതാണ്. അതിലെ ദുരൂഹതകളാണ് ഇപ്പോൾ മറനീക്കിയിരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശം, അതായത് വർക്കലയിലെ റിസോർട്ടിലേക്ക് പോകാനും റിസോർട്ടിൽ അഡ്വക്കേറ്റിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് അതിർത്തി വഴി കടക്കാനും വഴിയൊരുക്കിയത് എം ശിവശങ്കറിന് എം.ആർ. അജിത് കുമാർ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നാണ് സരിത്ത് ന്യൂസ് 8 വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ജയിലിൽ വെച്ച്, പൂജപ്പുര ജയിലിൽ വെച്ച് സരിത്തിനൊപ്പം കഴിഞ്ഞിരുന്ന സന്ദീപ് നായർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി മൊഴി നൽകാൻ പ്രേരിപ്പിച്ചുവെന്നും പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊഴി നൽകിയാൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ജയിലിൽ ഒരുങ്ങുമെന്നും തനിക്ക് ലഭിച്ച സൗകര്യങ്ങൾ അതിന് ഉദാഹരണമാണെന്നും സന്ദീപ് നായർ സരിത്തിനോട് പറഞ്ഞതായാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സരിത്ത് ഇതിന് വഴങ്ങാതെ വന്നപ്പോൾ അന്നത്തെ ജയിൽ സൂപ്രണ്ടും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ അവർ സംസ്ഥാന സർക്കാരിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിക്കുന്നുവെന്ന തരത്തിൽ പരാതി എഴുതി നൽകിയില്ല എങ്കിൽ സരിത്തിന്റെ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ന്യൂസ് 8 വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്ന പ്രതികരണം. എം.ആർ. അജിത് കുമാറും എം ശിവശങ്കറും തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ആവശ്യമായി വന്നാൽ അജിത്ത് അത് നോക്കിക്കൊള്ളുമെന്ന് ഈ വിവാദങ്ങളെ